കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ ഇനി നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോവാം. എല്ലാവരും വരൂ കേട്ടോ. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ വലിയ ഗണപതിയെ തൊഴുതിങ്ങനെ പോരാം. നേരെ ഇങ്ങനെ പോന്ന് ആ ഗോപുരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഉള്ളിലേക്ക് വരിക. ഉള്ളിലേക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ അധികം തിരക്കൊന്നുമില്ല. എന്നാൽ ഉണ്ടേനെ ഈ സ്വാമിമാരുടെ തിരക്ക് തന്നെ കാര്യമായിട്ട്, വേറെ അധികം തിരക്കൊന്നുമില്ല. പാൽപ്പായസത്തിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കാണ്. ബാക്കി ഭാഗത്തൊന്നും അത്ര തിരക്കില്ല. അപ്പോൾ നമുക്കിങ്ങനെ തൊഴാൻ പോവുക. ഇന്ന് ആരാണ് അലങ്കാരം, എന്താണ് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് നിന്ന് ഇപ്പോൾ ആരായിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അപ്പോൾ എല്ലാവരും കൂടെ പോരൂ. അങ്ങനെ നമ്മൾ പോരുമ്പോൾ ആ ഫസ്റ്റ് തന്നെ വാതിൽ കയറുകയാണ്. വാതിൽപ്പടിയിൽ ചവിട്ടുമ്പോൾ തന്നെ നമുക്ക് അകത്തെ ആ തേജസ് വെളിച്ചങ്ങനെ കാണാം. ആ പൊന്നിൻ്റെ വിളക്കിൽ, ആ നെയ്വിളക്കിൻ്റെ ആ പ്രഭ ഇങ്ങനെ കാണുന്നു. അപ്പോൾ കണ്ണൻ്റെ പ്രഭയും എല്ലാം കൂടിയുള്ള ആ ഒരു പ്രഭയാണ് കാണുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. അതുപോലെ ആ നരസിംഹാവതാരം കാണിച്ച ആ തൂണൊന്ന് തൊട്ട് തഴുകാം. ഇനി ആ വലത്തെ സൈഡിലൂടെ തന്നെ നടക്കുക. അവിടെ ആകുമ്പോഴാണ് കാണാൻ പറ്റുള്ളൂ. കാരണം ഏകാന്തമാകുമ്പോൾ അവിടുന്ന് ഇങ്ങനെ വിടുകയല്ലേ ചെയ്യാം. നേരെ മറിച്ച് സോപാനാണെങ്കിൽ അപ്പുറത്ത് കൂടെ ആയാലും കുഴപ്പമില്ല. ഇത് ഇത്രേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ പോരാം. അപ്പോൾ അതാ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ആ പ്രഭകളുടെ ഉള്ളിലിങ്ങനെ ആ കണ്ണൻ്റെ കാലിൻ്റെ ആ ചിലമ്പ്, അതായത് കാൽത്തളകൾ കാണുന്നു. 2 കാൽത്തളകൾ ഇങ്ങനെ കാണുന്നു കേട്ടോ. അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പിന്നീട് കൈവളകൾ കാണുന്നു. കണ്ണനായിട്ട് തന്നെയാണ്, പക്ഷേ രൂപ വ്യത്യാസമുണ്ട് കേട്ടോ. അതുപോലെ ഇന്ന് ചേലയായിട്ടാണ് ചിറ്റിയുന്നത്, അതായത് ഒരു സ്ത്രീവേഷമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആരാണ് എന്നുള്ള ആ ഒരു നോട്ടം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വെള്ളി ചേല പോലത്തെ ചേലയാണ്. സാരിയും അതേപോലെ നേരിയതുപോലത്തെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. ഇന്ന് മോഹിനി വേഷത്തിലാണ് കേട്ടോ ഗുരുവായൂരപ്പൻ നിൽക്കുന്നത്. ആ ശിവഭഗവാനെ പ്രേരിപ്പിച്ച മോഹിനി വേഷത്തിലാണെന്ന് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് ഗുരുവായൂരപ്പൻ നിൽക്കുന്നത്, നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നിൽക്കുന്നത്. വളരെ രസമായിട്ട് മൃദുമന്ദഹാസത്തോടു കൂടി സുസ്മേരവദനയായിട്ടാണ് നിൽക്കുന്നത്. അതൊരു വലിയ കാഴ്ച തന്നെയാണ് കേട്ടോ. നല്ലൊരു കാഴ്ചയാണ്. എന്താ ഒരു രസം. ആ ഇടത്തെ കയ്യിൽ അമൃതകുമ്പുണ്ട്, വലത്തെ കയ്യിൽ ചട്ടുകുമുണ്ട്. വിളമ്പി കൊടുക്കാനുള്ള ഉദ്ദേശത്തിലൊക്കെ ആരൊക്കെ വേണ്ടിച്ച് അമൃത് തരാമെന്നുള്ള ആ ഉദ്ദേശത്തിലാണ് ഗുരുവായൂരപ്പൻ്റെ മോഹിനി രൂപം നിൽക്കുന്നത്. വളരെ രസമാണ്. ആ കണങ്കാലൊക്കെ ഇങ്ങനെ കാണുന്നു. ഗുരുവായൂരപ്പൻ്റെ കണ്ണൻ്റെ ആ വേഷത്തിൽ തന്നെയാണ്, കണ്ണൻ തന്നെയാണ്, പക്ഷെ മോഹിനി രൂപം പൂണ്ടിട്ടാ. കഴുത്തിലതാ നല്ലൊരു മണിമാല ചാർത്തിയിട്ടുണ്ട്. അതുപോലെ വളയം പോലത്തെ മാല ഉണ്ട്, ഒരു നെക്ലസ് പോലത്തെ മാല ഉണ്ട്. അതുകൂടാതെ നല്ലൊരു വലിയ പൂവിൻ്റെ, അതായത് തെച്ചിയും തുളസിയും താമരയും വെളുത്ത പൂവും കൂടി ചേർത്തിട്ടുള്ള നല്ലൊരു മാല അതും ചാർത്തിയിട്ടുണ്ട്. അതുകൂടാതെ ആ തലയിൽ, മുടിയിൽ, തിരുമുടിയിലൊക്കെ മാല ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. വളരെ നന്നായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഇന്ന് പഞ്ചഗവ്യാടലും നവകാഭിഷേകവും ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ ഉണ്ടായിരുന്നത് നമ്മളെ പഴയ മുൻ മേൽശാന്തി പൊട്ടക്കുഴി ശ്രീനാഥ് നമ്പൂതിരിയാണ്. വളരെ നന്നായിട്ടുള്ള ഇന്നലെ അദ്ദേഹമായിരുന്നു. ആ അഭിഷേകപ്രിയൻ തന്നെയാണ്, എന്താ പറയുക, അലങ്കാരപ്രിയൻ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുകയാണ് ഗുരുവായൂരപ്പൻ. ഇന്നലെ എൻ്റെ രൂപം അതായത് മഹാനാരായണനായിട്ടുള്ള രൂപം ചെയ്തു. ഇന്ന് എൻ്റെ ഹരിയുടെ രൂപം ഇങ്ങനെ ആയിട്ട് വരട്ടെ, മോഹിനി ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ അത് മാത്രമല്ല കേട്ടോ, മോഹിനി തന്നോവന ബാലകനല്ലേ അയ്യൻ താഴത്തുണ്ട് കേട്ടോ. ഇടത്ത ഭാഗത്ത് അയ്യപ്പസ്വാമി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയും മകനുമാണ് ഇന്നിപ്പോൾ ശ്രീലകത്തുള്ളതേ. വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ്.
അപ്പോൾ അമ്മേനെയും മകനെയും ഒപ്പം ആ ഹരിയെയും അയ്യപ്പനെയും ഒപ്പം തൊഴാൻ പറ്റുന്നൊരു അവിസ്മരണീയ മുഹൂർത്തമാണ് നമുക്കുള്ളത്. അപ്പോൾ എല്ലാവരും തൊഴുതോളൂ കേട്ടോ. എല്ലാവരും ആ മോഹിനി സ്വരൂപത്തെയും അയ്യപ്പസ്വാമിയെയും കണ്ട് തൊഴുക. വളരെ സന്തോഷവാനായിരിക്കുന്ന അയ്യപ്പനെയും സന്തോഷവതിയായിരിക്കുന്ന മോഹിനി രൂപത്തെയും കണ്ടിട്ട് ഭക്തരെ കാണാൻ മാത്രമായിട്ടിരിക്കുന്ന അവർ രണ്ടാളേനെയും മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ആ പ്രാർത്ഥനകൾക്ക് ഗുരുവായൂരപ്പൻ തുണ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. എന്നെ ശ്രവിക്കുന്ന എല്ലാവരും കണ്ട് തൊഴണം കേട്ടോ, തൊഴുതോളൂ. ആ ഗുരുവായൂർ നടയിലാണ് നമ്മളിപ്പോൾ എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടായാൽ തന്നെ ഗുരുവായൂർ എത്തി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ, മറക്കരുതേ. അത് കഴിഞ്ഞ് ഇനി നമുക്കിങ്ങനെ ആ ഗുരുവായൂരപ്പനെ തൊഴുതല്ലോ, ഇനി നേരെ ഇറങ്ങുക. അപ്പോൾ ഇറങ്ങുമ്പോൾ അഗ്നികോണിലൊക്കെ നോക്കി ആ തിടപ്പള്ളിയിലേക്കൊക്കെ നോക്കിയിട്ട് സപ്തമാതാക്കളെയൊക്കെ തൊഴുത് ഇങ്ങനെ പോരാ. ഇനി വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വന്നാൽ വിഘ്നേശ്വരനും അലങ്കാരത്തിലൂടെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ വിഘ്നേശ്വരനെ കണ്ടു തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവിനെ നോക്കിത്തോളാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ തൊഴുത് ഇങ്ങനെ വരുമ്പോൾ മേൽശാന്തിയുടെ അടുത്തുനിന്ന് പ്രസാദം വാങ്ങാം. ശ്രീനാഥ നമ്പൂതിരിയാണ് ഇരിക്കുന്നത്, അപ്പോൾ അവിടുന്ന് വാങ്ങാം. ആ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നേരെ ഇനി വന്നിട്ട് ആ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് നമസ്കരിക്കുക, സാഷ്ടാംഗം നമസ്കരിക്കുക. അവിടെ എല്ലാ കാര്യങ്ങളും പറയാം. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങനെ വരുമ്പോൾ ആ അനന്തപത്മനാഭസ്വാമിയുടെ അവിടെ നല്ല അലങ്കാരത്തോടു കൂടി മുകളിലൊക്കെ വിധാനത്തോട് കൂടിയിട്ടാണ് ആ പൂക്കളിങ്ങനെ അലങ്കരിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് തൊഴാം. ഇനി ആ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴുത് അയ്യപ്പനെയും കണ്ണനെയും ഒക്കെ കണ്ടിങ്ങനെ വരാം. അങ്ങനെ ബലരാമനെയും പരശുരാമനെയും ഒക്കെ കണ്ട് വന്ന് ആ മുരുകനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴുക. അവിടുന്ന് തൊഴുതിട്ട് ആ പ്രസാദമൊക്കെ എടുത്ത് നെറുകിലൊക്കെ ചാർത്തിയിട്ട് ഇങ്ങനെ പോരാം. അങ്ങനെ ശ്രീകോവിലിൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ നമ്മുടെ താമരക്കണ്ണനെ നോക്കി കാണാം. താമരക്കണ്ണൻ ആ കൽപ്പകവൃക്ഷ ചുവട്ടിലിരിക്കണം. എല്ലാവരും എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയും കണ്ട് തൊഴുത് ആ മണിക്കിണറൊക്കെ നോക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ആ നൃത്തം അരയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണൻ അവിടെ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. ആ കിടാവിളക്ക് ഇങ്ങനെ കത്തുന്നു. അപ്പോൾ അവിടെ കണ്ട് തൊഴുത് ഇനി നമ്മൾ കുറൂരമ്മയും നാരദനെയൊക്കെ ഇങ്ങനെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് ഇങ്ങനെ പോരുമ്പോൾ വടക്കേ വശത്തൂടെ പുറത്തിറങ്ങി നേരെ പ്രസാദ കൗണ്ടറിലൊക്കെ വന്ന് ഇനി നേരെ ഇടത്തരികത്ത് കാവിൽ അമ്മേനെ കണ്ട് തൊഴാം, ഭഗവതീനെ കണ്ട് തൊഴാം. ഭഗവതി നന്നായിട്ടിരിക്കുക, നല്ല രസമായിട്ടായിരിക്കണമെന്ന്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മേനെ തൊഴുതിട്ട് നേരെ മമ്മിയൂരപ്പനെ കണ്ട് തൊഴാം. അവിടുന്ന് നേരെ ഇങ്ങനെ പോരുമ്പോൾ കൊടിമരം നോക്കിയിട്ട് തൊഴാം. അത് കഴിഞ്ഞാൽ നേരെ കൊടിമരത്തിൻ്റെ അവിടുന്ന് ഒന്നും കൂടി ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് മോഹിനി വേഷത്തിന് ഒന്നും കൂടി കാണാമല്ലോ. അപ്പോൾ ഒന്നും കൂടി കണ്ട് നേരെ ഇങ്ങനെ കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരാം. അത് കഴിഞ്ഞിട്ട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വീണ്ടും വന്ന് അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമിക്ക് ഒരു പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് നേരെ ഇങ്ങനെ പോരുമ്പോൾ പടിഞ്ഞാറ നടയിലെത്തി നമുക്കിനി ഒന്നും കൂടി ആ കൊടിമരം കാണാം, ആ ദീപസ്തംഭം കാണാം. അപ്പോൾ ഒന്ന് കണ്ട് തൊഴുക. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അപ്പോൾ ഇന്ന് എല്ലാവരും എൻ്റെ കൂടെ വന്നു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ അലങ്കാരം ശ്രവിക്കുന്ന പോലെ കാണുന്ന പോലെ അനുഭവപ്പെടട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം.